കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം വ്യാഴാഴ്ച നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വികസന ജനക്ഷേമ പദ്ധതികൾക്ക് അംഗീകാരം നൽകി. നഗരസഭാ പരിധിയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും തെരുവുനായ ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. നഗരസഭയിലെ 15-ാം ഡിവിഷനിൽ അപകടാവസ്ഥയിലായ 131-ാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. സ്കൂളുകൾ, വിദ്യാലയങ്ങളുണ്ടെങ്കിൽ അത് എല്ലാ കൗൺസിലർമാരും ശ്രദ്ധിക്കണം. എല്ലാവരും അത് ചെയ്ത് കണ്ടിട്ടില്ല വാർഡുകളിൽ, ഡിവിഷനുകളിൽ പോയി കാണുമ്പോൾ. അപ്പോൾ ഇവരിങ്ങനൊരു ഐസിഡിഎ സൂപ്പർവൈസർ ഇങ്ങനൊരു പരാതി കൂടി അതിൽ പറഞ്ഞു. അപ്പോൾ അതാത് ഡിവിഷന്റെ കൗൺസിലർമാരെ ശ്രദ്ധിക്കണം. നമ്മൾ സാനിറ്റേഷൻ ഫണ്ട് കൊടുത്തിട്ടുള്ളതാണ് എല്ലാ അംഗൻവാടികൾക്കും. ഞാൻ പറയണത് കുടിവെള്ളത്തിന്റെ കമ്മിറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റുമാരും ഡിവിഷൻ വിളിക്കാണ്ട് എവിടേക്ക് നീട്ടിക്കൊണ്ടാണ് അങ്ങനെയല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാക്കിയോളൂ, വളരെ സീരിയസ് ആണ്. രണ്ടാമത്തെ വിഷയം ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ അജണ്ടയിൽ ഇല്ലെങ്കിൽ ഞാൻ പറയാം. നായ പ്രശ്നം നിങ്ങൾ എവിടെയും തൊടാതെ അങ്ങനെ പോവാണ്. 2:40 തുടങ്ങിയ മീറ്റിംഗ് 3:05 അവസാനിപ്പിക്കാൻ പോവാണ്. ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. പ്ലീസ് 2 വിഷയം അടിയന്തരമായിട്ട് എടുക്കണം. എൻ്റെ ഒരു പ്രത്യേക ഇതാണ്. അതിന്റെ എനിക്ക് തീരുമാനം അറിയണം. ഡിവിഷൻ 13 ഇഞ്ചിലോടി ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് നടത്തിയ പരിശോധനയിൽ നീക്കം ചെയ്ത പൊതു ടാപ്പ് പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ഒഴിവുള്ള കടമുറികളുടെ ലേല നടപടികളുടെ തുടർ നടപടികൾ യോഗം വിലയിരുത്തി അംഗീകാരം നൽകി. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് ഓഫീസ് ആവശ്യത്തിനായി മാത്രം പ്രവർത്തിക്കുന്ന ശ്രീരുദ്ര മഹാകാളികാവ് പൂരം വടക്കാഞ്ചേരി കമ്മിറ്റി ഓഫീസിന്റെ നികുതി ഒഴിവാക്കുന്നത് സംബന്ധിച്ച അപേക്ഷ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. കൂടാതെ ജനങ്ങൾ ഉന്നയിച്ച മറ്റ് വിവിധ അടിയന്തര വിഷയങ്ങളിലും അനന്തര നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. മാത്രമല്ല, പന്നിയപ്പോഴേക്കുള്ള ഏറ്റവും നല്ലതെന്ന് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല കർഷകർക്ക്. അത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ്. കാരണം എത്ര ആൾക്കാർ അത്രയും അധ്വാനം ചെയ്ത് എത്രയോ കൃഷി ചെയ്ത് ഒറ്റ പൈസ കിട്ടുന്നില്ലായിരുന്നു. ഈ പന്നിയെ പിടിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ രാത്രിയൊക്കെ വന്നിരിക്കണം, ആരോടെ കാവലിരിക്കണം, എങ്ങനെ ചെയ്യണം? അത് ഓരോ ഡിവിഷനിലേക്ക് ഓരോ ആൾക്കാരെ കൊടുക്കും. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല മോഹൻ, KP മദനൻ, PG സനീഷ്, സ്വപ്ന ശശി, ധന്യ നിതിൻ, മറ്റ് കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.